ബന്ധപ്പെട്ട മറുപടി. നൌഷാദ് പുന്നത്തല പറയുന്നുണ്ട്, മഞ്ചേരി മെഡിക്കൽ കാർഡിയോളജി പ്രവർത്തനം നിർത്താനുള്ള നീക്കം സാധാരണ ജനങ്ങളെ ബാധിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിനുള്ള സർക്കാരിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് എറണാകുളം തൃക്കാക്കരയിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ പറ്റിയുള്ള സ്റ്റോറിയിലേക്കാണ്. അപകടം പതിയിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ്. തകർന്നു വീഴാറായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കി പണിയാൻ അനുമതി കിട്ടിയെങ്കിലും ഇതുവരെ നഗരസഭ അധികൃതർ കണ്ണു തുറന്നിട്ടില്ല. ചോർന്നൊലിക്കുന്ന മേൽക്കൂര, തകർന്ന ഇരിപ്പിടങ്ങൾ. സംസ്ഥാനത്തെ സമ്പന്നമായ നഗരസഭയിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സ്ഥിതിയാണിത്. കലക്ട്രേറ്റ്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ നഗരസഭ, ഇതെല്ലാം തൊട്ടടുത്ത്. സ്കൂൾ കുട്ടികളടക്കം ഒരു ദിവസം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിച്ചെത്തുന്നത് അനവധി പേർ. പെരുമഴയത്ത് കുടചൂടി യാത്രക്കാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ട അവസ്ഥ. മഴ കൊള്ളാതെ ഒഴിഞ്ഞുമാറാമെന്ന് വെച്ചാൽ രക്ഷയില്ല. ഇരിക്കാനാണെങ്കിൽ ഇരിപ്പിടങ്ങൾ പൂർണ്ണമായും നശിച്ചു. മഴ വന്നാൽ രക്ഷയില്ല. മഴ വന്നാൽ ഒരു പണി നടക്കൂല, കയ്യിൽ കുട വേണം. ഇവിടെ MLA-മാരുണ്ട്, MP ഉണ്ട്, കൗൺസിലർമാരുണ്ട്, ആരും അതിന് നോക്കുന്നില്ല. പറയുമ്പോൾ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയല. ഇരിപ്പിടമില്ല, വെളിച്ചമില്ല, ഒരു സംവിധാനങ്ങളുമില്ല. അങ്ങനെ ഇവിടെ ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ, അതും പൈസ കൊടുത്തു വേണം യൂസ് ചെയ്യാൻ. 16 വർഷങ്ങൾക്ക് മുൻപ് തൃക്കാക്കര നഗരസഭ ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ പണിത ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത്. കാക്കനാട് IT നഗരമായി വളർന്നു. ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി ഉയർന്നെങ്കിലും മാറ്റമില്ലാതെ തുടരുകയാണ് ഈ തുരുമ്പെടുത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രം. പ്രതിമാസം ലക്ഷങ്ങൾ വരുമാനമുള്ള നഗരസഭയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാണക്കേടായി നിലകൊള്ളുന്നത്. യാത്രക്കാരുടെ പരാതിയും പ്രതിഷേധവും ഉയർന്നതോടെ ഒരു വർഷം മുൻപ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കാനായി അനുമതി ലഭിച്ചു. ഇന്നത്തെ സ്ഥിതി കണ്ടാൽ അപകടത്തിനു വേണ്ടി കാത്തിരിക്കുന്നതാണോ എന്ന് സംശയിച്ചു പോകും. തൃക്കാക്കര നഗരസഭ കൗൺസിലിൽ ഈ ബസ് സ്റ്റോപ്പ് പുതുക്കി പണിതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുത്തു കൊടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷക്കാലമാകാൻ പോകുന്നു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാളെ ഇതുവരെയും മറ്റൊരു പേപ്പർ നീക്കാനായിട്ട് തൃക്കാക്കര നഗരസഭയ്ക്ക് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ IT മേഖലകളും അതുപോലെ തന്നെ കളക്ട്രേറ്റൊക്കെ ഉൾപ്പെടുന്ന ഈ സ്ഥലത്തെ ബസ് സ്റ്റോപ്പാണിത്. അതിൻ്റെ ഇത്രയും മോശമായ രീതിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. തൊട്ടപ്പുറത്ത് ഒരു AC ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും യാത്രക്കാർ ആശ്രയിക്കുന്നത് തകർന്നു വീഴാറായ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തെയാണ്. നഗരസഭയുടെ കയ്യെത്തും ദൂരത്തുള്ള ഈ